വയനാട് ടൗൺഷിപ്പിനായി സർക്കാരിന് ഭൂമി ഏറ്റെടുക്കാമെന്ന് ഹൈക്കോടതി. എൽസ്റ്റൺ ഹാരിസൺ മലയാളം എസ്റ്റേറ്റുകൾ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. ഭൂമി ഏറ്റെടുക്കുമ്പോൾ എസ്റ്റേറ്റ് ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകണം. 2 വില്ലേജുകളിൽ ആയി 143.41 ഹെക്ടർ ഭൂമിയാണ് ആകെ ഏറ്റെടുക്കുന്നത്. ഒക്ടോബർ 4-ാം തീയതി സർക്കാർ ഇറക്കിയ ഉത്തരവാണ് കോടതി അംഗീകരിച്ചത് എന്ന് മന്ത്രി കെ രാജൻ പ്രതികരിച്ചു. നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശ് ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. പ്രകാശ്, എന്തായാലും എസ്റ്റേറ്റുകളുടെ ഹർജിയാണ് കോടതി തള്ളിയിട്ടുള്ളത്. സർക്കാരിന്റെ ആവശ്യം അംഗീകരിക്കുന്ന നിലപാട് കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. എന്താണ് വിവരങ്ങൾ? അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ എൽസ്റ്റൺ ഹാരിസൺ മലയാളം എസ്റ്റേറ്റുകൾ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. ജസ്റ്റിസ് കൗസർ ഇടവകത്താണ് ഈ ഹർജികൾ പരിഗണിക്കുകയും വിശദമായി വാദം കേട്ട ശേഷം ഈ ഹർജികൾ തള്ളുകയും ചെയ്തത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വയനാട് ടൗൺഷിപ്പിനായി സർക്കാരിന് ഭൂമി ഏറ്റെടുക്കാമെന്നാണ് ഹൈക്കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഭൂമി ഏറ്റെടുക്കുമ്പോൾ എസ്റ്റേറ്റ് ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകണം. നഷ്ടപരിഹാരം കുറഞ്ഞു എന്ന് തോന്നിയാൽ നിയമ നടപടികൾ സ്വീകരിക്കാൻ എസ്റ്റേറ്റുകൾക്ക് നിയമപരമായി തന്നെ അവകാശമുണ്ട്. ഭൂമി അളന്ന് തിട്ടപ്പെടുത്താൻ സർക്കാരിന് എസ്റ്റേറ്റുകൾ സൗകര്യം നൽകണമെന്നും ഹൈക്കോടതി ഈ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ആകെ ഏറ്റെടുക്കുന്നത് 2 വില്ലേജുകളിലായി 143.41 ഹെക്ടർ ഭൂമിയാണ്. ഹാരിസൺ മലയാളത്തിന്റെ മാത്രമായി 65.41 ഹെക്ടർ ഭൂമിയും ഇതിൽ ഉൾപ്പെടുന്നു. എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ 78 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കുന്നത്. ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് സർക്കാരിന് ഭൂമി ഏറ്റെടുക്കാം. അത് പ്രകാരം ഏറ്റെടുക്കാമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമം അനുസരിച്ച് നഷ്ടപരിഹാരം നൽകണം. ഈ നഷ്ടപരിഹാരത്തിന്റെ തുക കുറഞ്ഞു എന്ന് തോന്നിയാൽ സിവിൽ നടപടിക്രമം മൂലം ഈ എസ്റ്റേറ്റുകൾക്ക് കോടതിയെ സമീപിക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കുന്നു. സർക്കാർ ഉത്തരവ് ചോദ്യം ചെയ്തുള്ള എസ്റ്റേറ്റുകളുടെ ഹർജിയും വാദവുമാണ് തള്ളിയിട്ടുള്ളത്. സർക്കാർ നൽകുന്ന നഷ്ടപരിഹാരത്തിന് തുല്യമായ തുക എസ്റ്റേറ്റുകൾ ബോണ്ട് നൽകണം. ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച സിവിൽ കോടതിയുടെ തീർപ്പിന് വിധേയമായി ബോണ്ടിൽ അവകാശമുണ്ടാകും. നഷ്ടപരിഹാരം മതിയായതല്ല എങ്കിൽ നിയമ നടപടി സ്വീകരിക്കാമെന്നും ഈ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. VV അരുൺ കൂടി ചേരുന്നുണ്ട്. അരുൺ, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമുണ്ടാകുന്ന ഒരു വിധി കൂടിയാണിത്. ടൗൺഷിപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എസ്റ്റേറ്റ് ഭൂമിയും അടക്കം സർക്കാരിന് ഏറ്റെടുക്കാം, അതിനർഹമായ നഷ്ടപരിഹാരം നൽകുക എന്നുള്ളതാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു ഉത്തരവാണിത്? തീർച്ചയായിട്ടും മന്ത്രി കെ രാജൻ, റവന്യൂ മന്ത്രി പറഞ്ഞതുപോലെ പുനരധിവാസ പ്രവർത്തനങ്ങൾ സർക്കാരിന് വലിയ ഊർജ്ജം നൽകുന്ന വിധിയാണ് ഹൈക്കോടതിയിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ ചേരേണ്ട മന്ത്രിസഭാ യോഗം, MD തിരുവനന്തപുരത്ത് മാറ്റിവെച്ച മന്ത്രിസഭാ യോഗം, അത് 1-ാം തീയതി വീണ്ടും ചേരുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട തീരുമാനം. അതായത് എങ്ങനെയാണ് ഈ പുനരധിവാസം എന്നതിന്റെ കൃത്യമായ പ്ലാൻ അന്ന് മന്ത്രിസഭാ യോഗം അംഗീകരിക്കും. ചീഫ് സെക്രട്ടറി നൽകിയ കരട് നിർദ്ദേശങ്ങൾ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്ത് അംഗീകരിക്കാനാണ് പോകുന്നത്. അന്ന് തന്നെ 1-ാം തീയതി തന്നെ സ്പോൺസർമാരുമായി, സർക്കാർ സ്പോൺസർമാരെ കണ്ടെത്തിയിട്ടുള്ള ആളുകളുമായി മുഖ്യമന്ത്രി നേരിട്ട് ചർച്ച നടത്തും. വളരെ വേഗം ഈ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഭൂമി ഏറ്റെടുക്കലിൽ കാലതാമസം ഉണ്ടായതാണ് പതിവ് വൈകാനം. ഭൂമി അങ്ങനെ അത്ര എളുപ്പം ഏറ്റെടുക്കാവുന്ന ഒന്നല്ല എന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. അതായത് വയനാട്ടിൽ എസ്റ്റേറ്റുകൾ മാത്രമാണ് ഇത്രയധികം സ്ഥലം ഒരുമിച്ച് കിട്ടുന്നത്. അതിൽ തന്നെ 9 എസ്റ്റേറ്റുകൾ ആദ്യം സർക്കാർ തിരഞ്ഞെടുക്കുന്നു. അതിൽ 2 എണ്ണം ഫൈനലൈസ് ചെയ്യുന്നു. അത് ജോൺ മത്തായുടെ ഭൗമശാസ്ത്ര വിദഗ്ധരടക്കം ഒരു അപകടം ഒരിക്കലും ഉണ്ടാകാത്ത ഒരു മേഖല കണ്ടെത്തി അവിടെയാണ് ആളുകളെ പുനരധിവസിക്കാൻ സർക്കാർ തയ്യാറെടുത്തത്. അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ വൈകിയത്. എങ്കിലും ഇതൊരു വൈകലായി പറയാൻ കഴിയില്ല. അതിനുശേഷം ഈ ഉടമകൾ, എസ്റ്റേറ്റ് ഉടമകൾ കോടതിയിൽ പോയി. ആ കോടതിയിൽ എങ്ങനെയാണ് ഭൂമി ഏറ്റെടുക്കുന്നതെന്ന് കോടതി ചോദിച്ചു. അത് വെറുതെ സർക്കാർ ഏറ്റെടുക്കുകയാണോ അല്ലെങ്കിൽ സർക്കാർ നഷ്ടപരിഹാരം നൽകി ഏറ്റെടുക്കുകയാണോ എന്ന് ചോദിച്ചു. കൃത്യമായ നഷ്ടപരിഹാരം, ഭൂമി ഏറ്റെടുക്കുന്ന നിയമത്തിന് നഷ്ടപരിഹാരം നൽകി തന്നെ ഏറ്റെടുക്കും. അതുമായി ബന്ധപ്പെട്ട ഈ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട സിവിൽ കേസുകൾ തീർപ്പാക്കേണ്ടതുണ്ട്. അത്തരം നടപടികൾ പൂർത്തിയാക്കി ഏറ്റെടുക്കും. വൈകാതെ എസ്റ്റേറ്റ് ഉടമകളുമായി സർക്കാർ ചർച്ച നടത്തും. ഒട്ടും താമസം കൂടാതെ പുനരധിവാസ പ്രവർത്തനങ്ങളെ മുന്നോട്ട് പോകാനാണ് സർക്കാർ തീരുമാനം. ടൗൺഷിപ്പ് നിർമ്മാണം ആരംഭിക്കാനുള്ള മറ്റു നടപടികളുമായി കോടതി വിധി അനുകൂലമെന്ന് സർക്കാർ പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നിർമ്മാണത്തിന്റെ രൂപരേഖ അടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ട്. വളരെ വേഗം 1-ാം തീയതി മന്ത്രിസഭാ യോഗവും സ്പോൺസർമാരുമായുള്ള മീറ്റിംഗും കഴിഞ്ഞാൽ വളരെ വേഗം ഈ നടപടികളുമായി മുന്നോട്ട് പോകാനാകുമെന്ന ആത്മവിശ്വാസമാണ് സർക്കാരിനുള്ളത്. കോടതി വിധി അതിനൊക്കെ വലിയ ഊർജ്ജം നൽകുമെന്നും സർക്കാർ വിശ്വസിക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങളാണ് നിയമകാര്യ ലേഖകൻ CN പ്രകാശുമൊപ്പം VV അരുണും നൽകിയത്.